ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ളതാണ്. കാരണം സെപ്റ്റംബർ 1, അതായത് അടുത്ത മാസം ഗുരുവായൂർ വെച്ച് രുദ്രകലാക്ഷേത്രയുടെ അടുത്ത ബാച്ചിന്റെ അരങ്ങേറ്റം നടക്കുകയാണ്. അരങ്ങേറ്റം എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, ഒരു നർത്തകിയെ സംബന്ധിച്ച് അരങ്ങേറ്റം എത്രത്തോളം പ്രാധാന്യം അവരുടെ ജീവിതത്തിലുണ്ട്, ഇതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞാലോ. മുൻ വർഷങ്ങളിൽ അരങ്ങേറ്റം നടത്തിയ കുറച്ച് കുട്ടികൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ്, അവർക്ക് എന്താണ് ഇനി വരുന്ന ബാച്ചിനോട് പറയാനുള്ളതെന്ന് കേട്ടാലോ. വരും. ചേച്ചിക്കും കിട്ടാത്ത ഭാഗ്യം ഗുരുവായൂർ അരങ്ങേറ്റം ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പോട്ട് ഞങ്ങൾ ഓരോ ദിവസം ബുക്ക് എഴുതി വെച്ച് തുടങ്ങിയവരാണ്. തെളിവ് സഹിതം ഞങ്ങളായി അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സിൽ പോവുക. ചേച്ചി പറയുന്നത് ചലഞ്ച് കേട്ട് നമ്മുടെ നിശ്ചയത്തിന് തുല്യമായതും അരങ്ങേറ്റം കല്യാണത്തിന് തുല്യമാണെന്നാണ്. അപ്പൊ അത് നമുക്ക് എന്തോരം വലുതാണ്. അതേ കണക്ക് തന്നെ ഈ അരങ്ങേറ്റം. വേണ്ടിയാണ് വഴക്ക് പറയുന്നത്. വഴക്ക് പറയുന്നതൊക്കെ അപ്പോഴത്തേക്കിനേ ഉള്ളൂ. അതേപോലെ തന്നെ അപ്പ കളിച്ചിട്ട് ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു ഫീലിങ്സ് അത് ആ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് തുടങ്ങുമ്പോഴേ കരയും. ഈ ഇമോഷൻ ഇവിടെ ആർക്കും ഇല്ലെന്ന് ചേച്ചി പറഞ്ഞു. ഇത് ഒരു ഡാൻസ് കളിക്കാൻ ഒരു കുട്ടി വന്നാൽ അവരുടെ ആദ്യത്തെ ഡ്രീം ഒരു അരങ്ങേറ്റമായിരിക്കും. അത് എവിടെ പോയാലും അങ്ങനെ ആയിരിക്കും. എന്റെ ഏറ്റവും വലിയ ഡ്രീം ഗുരുവായൂർ അരങ്ങേറ്റം നടത്തണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിന് ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കരയുന്നുണ്ട്. ഇവരുടെ അരങ്ങേറ്റത്തിനെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യുന്നത്. അത് ചേച്ചി അന്ന് വാക്കാം. പക്ഷെ അത് അന്ന് അരങ്ങേറ്റത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സങ്കടവും ഇമോഷനും ഒക്കെ ഉണ്ടായത് അന്ന് ഗുരുവായൂർ കളിച്ചപ്പോഴാണ്. അത് കളിച്ച് ഇറങ്ങിയപ്പോഴേ വിശ്വസിക്കാൻ വയ്യായിരുന്നു ഗുരുവായൂരാ കളിച്ചിരുന്നു. ആ മുമ്പിൽ വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അമ്മ ഇതിനെ കാലൊക്കെ നടക്കുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലല്ല അരങ്ങേറ്റം. ഇവിടെ പഠിച്ച കുറെ പേര് ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്കൊന്നും കളിക്കാൻ പറ്റിയിട്ടുമില്ല, അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അങ്ങനെ കുറെ പേരുണ്ട്. അതില് അരങ്ങേറ്റം ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. അത് എപ്പോഴും നടക്കണമെന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, ഒന്നുമില്ല. എന്നാലും നടന്നു. അതിപ്പോഴും ഒരിതാ. കഴിഞ്ഞിട്ട് ഇപ്പം 2 വർഷമായി. ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഇപ്പോഴും ഉണ്ട് എക്സൈറ്റ്മെന്റ്. എത്ര വട്ടം ഗുരുവായൂർ അടിച്ചാലും നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. കാരണം അതൊരു മാജിക് അവിടുത്തെ. അങ്ങനെ ഒന്നും കളിക്കാനും പറ്റില്ല. എന്റെ ജീവന്റെ പകുതിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ആ ഗുരുവായൂർ നമുക്ക് പോയിട്ട് പോലില്ല. ആദ്യമായിട്ട് പോകുന്ന അരങ്ങേറ്റമാണ്. അറിയണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് പൈസ ഒന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി അതിന് ഓരോ സ്റ്റെപ്പ് കളിക്കുമ്പോഴും അടുത്ത ഏതാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇന്നൊക്കെ അതില്ല. ഓരോ ഇത് കളിക്കുമ്പോഴും ചെറിയ കാര്യമുള്ള ഇത് നല്ലോണം കളിക്കുന്നെന്ന് പറയുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അത് കിട്ടണം എന്നൊരു മനസ്സിലൊക്കെ പോലെ നിൽക്കണം. ഭയങ്കര പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവസാനം അരങ്ങേറ്റം ആവാനാണ് കുറച്ച് ദിവസം ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഭയങ്കര പ്രാക്ടീസ് അല്ലായിരിക്കും. ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. പല ഡാൻസ് സ്കൂളിലും. പക്ഷെ ഇവിടെ ഞങ്ങളെല്ലാവരും 1 വർഷം ഉണ്ടായിരുന്നു. തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ പഠിക്കണമെങ്കിൽ 5:30 തൊട്ടാ ക്ലാസ്. പക്ഷെ 5 മണി 5:30 വരെ ട്യൂഷൻ ഉണ്ട്. അതും ഭയങ്കര ഒരു ഭാഗ്യം. ചില സമയത്ത് കിട്ടത്തില്ല. മൂകാവി എന്നുള്ള ആഗ്രഹം. പക്ഷെ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട് പിന്നെന്തുവാ എന്തായാലും അവർക്കെല്ലാം എന്താ പറയാ പരസ്പരം മത്സരിച്ച് പാല് വെച്ച് താമസത്തെ
ക്ലാസ്സിനെ പറ്റി പറ. അല്ല നീ ചെയ്തായിരുന്നു കളിച്ചോണ്ടിരുന്നപ്പോ വൃത്തിയൊക്കെ എടുത്തിട്ട് അതൊക്കെ അപ്പൊ വിടണം. അതിന്റെ വാല്യൂ എന്താന്ന് അറിയണം കേട്ടോ. ഓക്കെ പറയടാ കരയാതെ പറ. എന്തുവരുന്ന അരങ്ങേറ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്താ നിങ്ങൾക്ക് പറയാനുള്ള ഇപ്പോഴത്തെ അരങ്ങേറ്റ ബാച്ചിനോട് പറ. പറയടാ. കളിച്ചപ്പോ ചേച്ചി ഉമ്മ ഉണ്ടായിരുന്നു. അതിനോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നും അങ്ങനെ മേടിക്കണമെന്ന്. ഒരു ദിവസം എനിക്ക് ഒരളവ് കിട്ടുന്നില്ലായിരുന്നു. അപ്പം താഴെ പോയി നിർത്തിയിട്ട് പോകണമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂട്ടി നിന്നിട്ടാ ഞാൻ വീണ്ടും ചെയ്തേ. അരങ്ങേറ്റത്തിന് വന്ന ശേഷം ഇവിടത്തൊക്കെ ഞാൻ കുറച്ചുകൂടെ മിണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് നോക്കുമായിരുന്നു. ഞങ്ങളുടെ ടീം ഇത്തിരി കയറ്റി ശ്രദ്ധിച്ച് വന്നപ്പം എന്റെ ഫസ്റ്റ് ടീമിൽ മാറ്റി രണ്ടാമത്തെ ടീം ഇറക്കിയത്. പഠിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. എല്ലാം കൂടെ പഠിച്ചപ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പഠിച്ച് എനിക്ക് ആ ഫീല് വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് നന്നായിട്ട് കളിക്കണം.